ഫുഡ് വ്ളോഗായി മാറിയ ഒരു മിനി ഈവനിങ് വ്ളോഗാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ 3 പേർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോട്ടയം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബജിക്കടകൾ എന്നും ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാണ്. അങ്ങനെ അത്യാവശ്യം തിരക്കുള്ളൊരു ബജിക്കട കണ്ടു വണ്ടി നിന്നു. ഒരു ഉള്ളിയുടെ 2 പേര് കൂടെ 2 മുട്ട 3 മുട്ട. അങ്ങനെ പാഴ്സലൊക്കെ റെഡിയാക്കി കിട്ടി. കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് വണ്ടിയുടെ അകത്ത് വെച്ച് തന്നെ ഞങ്ങൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? അത്ര നല്ലതല്ലാത്ത പൊട്ട ബജിയും എന്നാൽ അതിഗംഭീരമായിട്ടുള്ള പരിപ്പോടെയും ഉള്ളിവടെയൊക്കെ വയറ്റിലാക്കിയിട്ട് പിന്നെ ഞങ്ങളുടെ വണ്ടി നിന്നത് ഈ കാണുന്ന സ്ട്രീറ്റ് ഫുഡ് ഹബിലെ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബീഫ് ബിസ്ക്കറ്റ് ഇന്ന് അവൈലബിൾ ആണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ മാത്രം? ഇല്ല, ഉണ്ടാവിയല്ല. അത് ഞങ്ങൾക്കും അറിയാം. കാരണം ഈ സാധനം മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സാറ്റർഡേയ്സിലും സൺഡേയ്സിലും ആണ്. പക്ഷേ ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ച് പോയതാ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ദാണ്ട് ഒരു ഐറ്റം ഇരിക്കുന്ന ചില്ലുകൂട്ടിൽ. കണ്ടുപരിചയമില്ലാത്തതുകൊണ്ട് പേരും അഡ്രസ്സും ഒക്കെയാണ് മാത്രം ചോദിക്കുന്നത്. ആളുടെ പേരാണ് കണ്ണൂരപ്പം. അങ്ങനെ കണ്ണൂരപ്പൊക്കെ വാങ്ങി പോക്കറ്റിലാക്കി കഴിഞ്ഞ വണ്ടി പിന്നെയും കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മെയിൻ വീക്ക് പോയിന്റ് പോകുന്ന വഴി ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. ബൊഗെയിൻവില്ല ഫെസ്റ്റ് നടക്കുന്നു അവിടെ. അത്യാവശ്യം വലുപ്പമുള്ള ചെറിയ. പിന്നെ ഈ നിൽക്കുന്നത് അടർന്ന 7 കളേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് സംശയമാണെന്ന് ഞാൻ പറയട്ടെ. ഇവർ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തിയെന്നല്ലേ? ഞങ്ങൾ കണ്ടവരൊക്കെ കണ്ട് തിരിച്ചു പോയെന്ന വഴിക്ക് വീണ്ടും ഒരു സ്പോട്ട് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് ശരിക്കും ഒരു നൈറ്റ് വൈബിങ് സ്പോട്ടാണ്. പിന്നെ ബീഫ് ബിസ്ക്കറ്റ് കിട്ടാത്തതിൻ്റെ ക്ഷീണം നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ സ്വയം പ്രഖ്യാപിത ഒരു ഐറ്റം ഉണ്ട്, ഒരു മസ്റ്റ് ട്രൈ, ചീസി സ്മാഷ്ഡ് ബീഫ് ബർഗർ. അതെന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാന്ന്. അങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ പരിപാടിയൊക്കെ പറഞ്ഞു ഈ റൂമിൽ എത്ര കുരങ്ങന്മാരുണ്ടെന്ന് കണ്ടുപിടിക്കാമോ. അങ്ങനെ കുരങ്ങന്മാരുടെ സെൻസസ് ഒക്കെ എടുത്തു കഴിയാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ബീഫ് ബർഗർ വന്നു. ബർഗർ നല്ലതായിരുന്നു. പക്ഷേ ആത്തന ബർഗർ വായിലേക്ക് വെച്ചത് അവിടുത്തെ ഫ്യൂസ് അടിച്ച് പോയത് ഒരുമിച്ചായിരുന്നു തോന്നുന്നു. എങ്ങനെയുണ്ട്? ഈ പക്ഷിയുടെ ബാക്കി ഞാൻ പറയാം. മാത്തിന് സ്പാർക്ക് അടിച്ചില്ല. ഇനി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുവാണെങ്കിൽ ബീഫിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ബണ്ണ് സോഫ്റ്റ് ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ എങ്കിൽ ഇതൊരു 179 രൂപ മുതൽ മുടക്കി ഈ സാധനം കഴിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം ഒരു വാവ് ഫാക്ടറി ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിൽ ഈ ബീഫിൻ്റെ വില ഇപ്പം 420 രൂപ ആയതുകൊണ്ട് ഇവർക്കും ജീവിക്കണ്ടേ. അപ്പം ആ ഒരു റേറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ വാചാലയാവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാനും അമ്മയും മാത്രമൊക്കെ വിചാരിച്ചു എന്നാൽ പിന്നെ നടന്ന് ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ പ്ലേ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സെറ്റപ്പ് കണ്ടത്. കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഞങ്ങളുടെ ഇന്നത്തെ മൂഡ് കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. അതുകൊണ്ട് കളിക്കാനുള്ള നിർവാഹം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതിലേക്കും കൂടെ ഇറങ്ങി മൂഞ്ചാൻ വേണ്ടി വയ്യാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ചു പയ്യെ വീട് പറ്റാന്ന്. അങ്ങനെ എനിക്ക് ഏറെക്കുറെ ഈ കേൾക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്നപ്പോൾ ആ ചെറുകിൻ്റെ അടിയിൽ പോയി ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് പയ്യെ വീട്ടിലേക്ക് പറയും. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടുകൂടി ഇവിടുത്തെ മേളം ഏറെക്കുറെ ഞങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് 1 കിലോ ഉള്ളിക്ക് 60 രൂപ എന്ന് ഞങ്ങൾ കണ്ടത്. വണ്ടിയൊക്കെ സഡൻ ബ്രേക്ക് ഇടിച്ച് നിർത്തി. പുള്ളി പറഞ്ഞ സത്യമല്ലേ, അപ്പം നമ്മളും അതിനോട് യോജിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കോലങ്ങാട് പള്ളിയിലൊക്കെ കയറി മുത്തിയമ്മയുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ണൂരപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നീ എപ്പോ റേറ്റ് ചെയ്യോ സാധനത്തിന്? 2 അത്രയ്ക്ക് ഇഷ്ടമല്ല ഞാൻ കഴിച്ചോട്ടെ. ഇതേ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേട്ടാൽ ഹൊയില്ലേ, അത് ഞങ്ങളുടെ ശ്വാസം വിട്ടതാ. സമയം ഒരു 9:30 ആവാറായിട്ടുണ്ട്. അങ്ങനെ ഈ ഫുഡ് വ്ളോഗ് കം ഈവനിങ് വ്ളോഗ് കംസ് ടു ആൻ എൻഡ്. അപ്പം ടാറ്റാ, ബൈ ബൈ.